നമസ്കാരം, ഗുഡ് ഈവനിങ്, വെൽക്കം, സ്വാഗതം. സൂരജ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഭയങ്കര നല്ല വിശേഷമാണ്. പക്ഷെ ഇന്ന് നിന്റെ മുഖത്തിനൊരു തെളിച്ചില്ല. അതാ പറയുന്നത്, ഞാൻ കൂളിംഗ് ഗ്ലാസ് ഇട്ടത് എന്റെ ആ മുഖത്തിന്റെ ഒരു വാട്ടം മാറ്റാൻ വേണ്ടിയിട്ടാണ്. സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഇവിടെ ഒരു വൃത്തികെട്ടവനുണ്ട്, നമ്മളെ രണ്ടും കൂടാണ്ട് വേറൊരു വൃത്തികെട്ടവനുണ്ട്. നമ്മളെ രണ്ടുപേരും വൃത്തികെട്ടവൻ ആക്കിയപ്പോ നീ അല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോ ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാർ നിങ്ങളല്ലേ വൃത്തികെട്ടവൻ പറയും. രണ്ടുപേരും അല്ലാതെ വൃത്തികെട്ടവൻ എനിക്ക് മനസ്സിലായി. ആരെന്ന് ജില്ലു വില്ലു റൊമാൻസ് ഹീറോസ് അല്ലേ അവര്? പോട്ടെ, ബാഹുബലി ബോയ്സ്. അയ്യോ, അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത്, അവരൊന്നും പേടിപ്പിക്കാൻ. ഇതിനകത്ത് ഞാൻ നോക്കിട്ട് വഷളത്തരം കാണിക്കുന്ന കൂടുതലും ബാഹുബലി ബോയ്സും ജില്ലു ബില്ലും. അവരെ പറ്റിയാണ് പുറത്തും പരാതി. ഇതൊന്നുമല്ല. ഞാൻ എപ്പിസോഡ് 1 മുതൽ ഇപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാൻ കുറച്ച് വീക്കാണെന്ന് അറിയാലോ. അപ്പൊ ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പരമാവധി കഷ്ടപ്പെട്ട് ചില ദിവസങ്ങളിൽ പ്രിപ്പയർ ചെയ്തിട്ട് വരും. ചില സ്റ്റെപ്പൊക്കെ ഞാൻ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് അങ്ങനെയുള്ള സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് വരും. നമ്മുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ വല്ലതും ആണോ ഇനി? അല്ലല്ല, മൂപ്പര് പിന്നെ ഓൾറെഡി വൃത്തിയിട്ടവരാണല്ലോ. ഇന്ത്യയിൽ കുറെ തെറി വരുന്നു. അപ്പൊ ആ ആളാരെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ സ്റ്റെപ്പൊക്കെ പഠിച്ചിട്ട് ചില പാട്ടിന് പ്രിപ്പയർ ആയിട്ട് വരും. എന്നിട്ട് മുരുക ഒരു പാട്ടിടും, മുരുക ഒരു പാട്ടിട്ട് പറയും. ആ വൃത്തിയായിട്ടാണ് ഇടുന്നത്. എല്ലാ അവാർഡ് പാട്ടൊന്നും ആയിരിക്കും. മുരുകനെ പറ്റി ഒരു പരാതി വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ആസ്ഥാനത്ത് പാട്ട് തരും, ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും കണ്ട ആസ്ഥാനത്ത് പാട്ട്. ഇതെന്താണ്? കാലിന് ആണിരോഗമുള്ള ആരുമാണ്? ഇതെന്താ ബോൺസായി ലാലേട്ടനാ? കാലിന് ആണിരോഗമുള്ള ആരുമാണ്? ഉറച്ചു നിൽക്കാൻ പറ്റില്ല. ബുദ്ധി കൊണ്ടും ഭംഗി കൊണ്ടും എന്തുകൊണ്ടും സുന്ദരനായ ഈ മുരുകനെ ഈ ഷോ നിങ്ങൾ കുറ്റം പറയാൻ തുടങ്ങിയിട്ട് ഇതാണ് ഈ വൃത്തികെട്ട പേട്ടക്കോലത്തിനാണ് മുരുകൻ എന്ന് പറയുന്നത്. നല്ല ഒരു പാട്ടിട്ട് തരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല ഡാൻസ് കളിക്കും. അല്ല, നിങ്ങൾക്ക് ആകെ അറിയുന്ന പാട്ട് ഏതാ? അങ്കാളി ബംഗാളി. വേറെ പാട്ടിടൽ. നിങ്ങളുടെ ഉദ്ദേശം എന്താ? ഞാൻ അങ്കാളി, ഇവൻ ബംഗാളിയാണെന്നാണോ? അല്ല, ഞാൻ ഒരു കാര്യം, പക്ഷെ ഞങ്ങൾ അങ്കാളി ബംഗാളി, നിങ്ങൾ ഏറ്റവും വലിയ എരപ്പാളിയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി എല്ലാ കഴിവുമുള്ള ഈ മുരുകനെ മ്യൂസിക് ഇടാൻ വേണ്ടി ഒതുക്കി, അതല്ലേ സത്യം? ഒതുക്കിയ നിങ്ങൾ? ഞാൻ ചോദിക്കട്ടെ, ചില സമയത്ത് ഒരു മിനിറ്റ് എന്തായാലും ഈ കഴിവൊക്കെ ഏത് ഭാഗത്തുള്ളതെന്ന് ചോദിച്ചല്ലോ. ഞാനൊരു സ്റ്റെപ്പ് ഇട്ട് കളിക്കാം, അത് കളിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിട്ട് വരും ചിലത്. അതൊന്നും പുറത്തുനിന്ന് ഒരാൾ കയറി ഒരു ചലഞ്ച്, മുരുകൻ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ? മുരുകന്റെ ഒരു സ്റ്റെപ്പ് സൂരജ് ഇവിടെ കളിച്ച് കാണിക്കണം. നമ്മൾ ഈ ഐസ് ബക്കറ്റ് ചലഞ്ച് ഒക്കെ ചെയ്ത ആൾക്കാരാണ്. ഐസ് ബക്കറ്റ് ചലഞ്ച് ഒക്കെ ചെയ്ത നമുക്ക് ഇതൊന്നും പുറത്തുനിന്ന് വന്ന ഒരാൾ നമ്മളെ വെല്ലുവിളിച്ച വിട്ടുകൊടുക്കുന്ന അറിയാം. തീർച്ചയായും ശ്രമിക്കാം. അപ്പോ ഒരു മ്യൂസിക്. മുരുക, എന്താണിത്? മുരുകൻ ഇവിടെ പോയല്ലോ. എന്തായാലും ഒരു മ്യൂസിക് ഇട്ടു. പിരി ഇളകിയ ഇതല്ല, ഈ സാധനല്ല, ഇതല്ല. ഇപ്പൊ സൂരജ് കാണിച്ച സാധനം എന്താണ്? അതല്ലേ സാധനം? അതല്ല, ഇത് കളിച്ച് കാണിക്ക്. എന്താണിത്? അത് കളിച്ച് കാണിക്ക്. ഇല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ മ്യൂസിക് ഇടാൻ പോകും. മണി വാക്കില്ല, പച്ചയപ്പസ് റോട്ടില്ല, ഷോർട്ട് സ്കേർട്ട്, ഓ ജെന്നിഫർ. ചലഞ്ച് ഇതാണ്. ഇത് സൂരജ് കറക്റ്റ് ആയിട്ട് കളിച്ച് കാണിച്ചില്ലെങ്കിൽ ഇന്ന് മുതൽ സൂരജ് മ്യൂസിക് ഇടും, ഞാൻ ഇവിടെ നിന്ന് ആങ്കർ ചെയ്യും. ഓക്കെ, ഈ സംഭവം വളരെ സിമ്പിൾ ആണ്. അതായത് അദ്ദേഹം കാണിച്ച സ്റ്റെപ്പ് അതേ അർത്ഥത്തിൽ ഞാനൊന്ന് പരിഷ്കരിക്കുന്നു. അതായത് ഒരു കാലിന് വയ്യാത്ത ഒരാള് മുമ്പിലത്തെ കാല് ഫ്രണ്ടിൽ വെച്ചു, ഇതിങ്ങി വലിച്ചെടുത്തു. ഈ കാല് മുമ്പിൽ വെച്ചു, ഇതിങ്ങി വലിച്ചെടുത്തു. ഇത് മുമ്പിൽ വെച്ചു, ഇങ്ങി വലിച്ചെടുത്തു. മുമ്പിൽ വെച്ചു, വലിച്ചെടുത്തു. ഇനി ഇങ്ങോട്ട് പോന്നു ഇങ്ങനെ. അത് ഇവിടെ ചാണം വെച്ചിട്ട് ഇതിങ്ങനെ ചവിട്ടുന്നു, ഇതിങ്ങനെ ചവിട്ടുന്നു, ഇതിങ്ങനെ ചവിട്ടുന്നു. പിന്നെ ഇത് ഒരുപാട് ഞെരുപിരി കൊള്ളല്. എന്തായാലും ഇവിടെ വരുന്ന കണ്ടസ്റ്റൻസിന് ഏറ്റവും കൂടുതൽ ടാസ്ക് കൊടുക്കുന്ന ഇവർ രണ്ടുപേരുമാണല്ലോ. ഇവര് തന്നെ തീരുമാനിക്കട്ടെ, എന്റെ ഡാൻസ് ആണോ നല്ലത്, സൂരജിന്റെ ഡാൻസ് ആണോ നല്ലത്? മുരുകന് വീണ്ടും തേപ്പ്. നമ്മളെല്ലാവരും പറയാറ് സൂരജ് ആണ് കൂടുതൽ കണ്ടസ്റ്റൻസിനെ ചാറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. മുരുകൻ അതായത് സൂരജ് അല്ലടാ, മുരുകനാണ് ചാറ്റ് ചെയ്യുന്നത്. ദിബൻ ചാറ്റ് ചെയ്ത് കേരളത്തിലെ കണ്ടസ്റ്റൻസ് മൊത്തം തീർന്ന് മലേഷ്യന്ന് വരെ എത്തിച്ചിരിക്കുന്നു. പോയിങ്ങിൽ ഞാൻ മലേഷ്യന്ന് ആരോട് ചാറ്റ് ചെയ്തത്? മലേഷ്യന്ന് ചാറ്റ് ചെയ്ത ഒരു കണ്ടസ്റ്റന്റ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ആരാണ് ഇപ്പൊ ഞാൻ ചാറ്റ് ചെയ്ത് കൊണ്ടുവന്നത്? ചാറ്റ് ചെയ്ത് കൊണ്ടുവന്ന മലേഷ്യക്കാരി കൈവെക്കൂ. മലേഷ്യക്കാരി
എന്റെ ടീമിലോ ഒരു സാധനം എന്നോടോ ഒരു സാധനം വന്നപ്പോഴേ ഞാൻ ഞെട്ടിയിരിക്കണം. ഇതേതാണ് അടുത്ത സാധനം? ഇതാരാണ്? എപ്പോഴാണ് ഞാൻ ചാറ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ പറയണേന്ന് പറഞ്ഞില്ല. എന്താണ് സംഭവം എല്ലാം ഇത് പറയേണ്ടി വന്നു. അത് ആ ടൈംസ് എന്തായാലും വിട്. കേരളത്തിലെ പിള്ളേര് മൊത്തം തീർന്ന് മലേഷ്യയിൽ ഇറക്കിയതാ. മലേഷ്യയിൽ ഞാൻ ചാറ്റ് ചെയ്ത കുട്ടിയുടെ പേരെന്താണ്? പ്രിയ. പ്രിയ. ഓ പ്രിയ നന്നായി മലയാളം പറയുന്നുണ്ട്. മലയാളിയാണ്. മലേഷ്യയിൽ നിന്നും ബോയിങ് ബോയിങ് മത്സരിക്കാൻ വേണ്ടി മെസ്സേജ് ഒക്കെ ക്ലിയർ ചെയ്യണം, പേര് മാറ്റി സേവ് ചെയ്യണം എന്നൊക്കെ. ഏതിലാണ് ഞാൻ ചാറ്റ് ചെയ്തത്? സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. ഏതിലാണ് ചാറ്റ് ചെയ്തത്? വാട്സാപ്പിലാണോ ഫേസ്ബുക്കിലാണോ? അയച്ചു തന്നില്ലേ? മെസ്സഞ്ചറിലെ സ്ക്രീൻഷോട്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇയാള് ചാലു ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉടായ്പകൾ പറയും, എന്നിട്ട് അയാൾ ചാറ്റ് ചെയ്യാൻ വേണ്ടി നമ്പർ മാറ്റി ഫേസ്ബുക്ക് മേടിച്ചു, എന്നിട്ട് എന്റെ പേര് അവിടെ ഉൾക്കൊള്ളിക്കുകയാണോ? DP ചേട്ടന്റെ ആയിരുന്നു. അല്ലല്ല, ഇത് എന്നെ കുറ്റം പറയാ. നമ്മുടെ മുരുകൻ. സൂരജ്, നീ തളരരുത്, അങ്ങനെ വിട്ടുകൊടുക്കില്ല. അവസാനം മുരുകൻ കൊടുത്ത ഡാൻസ് കളിക്കാൻ വയ്യ. മുരുകൻ കാണിച്ചത് ഇവിടെ കളിക്കാൻ വയ്യ. അവസാനം മലേഷ്യയിൽ നിന്ന് ചാറ്റ് ചെയ്ത് കൊണ്ടുവന്ന പെങ്കൊച്ചിന്റെ ഉത്തരവാദിത്തം കൂടി ഈ മുരുകന്റെ തലയിൽ. മുരുക കുറെ നേരം കൊണ്ട് പിരി ഇളകി പോലെ സംസാരിക്കുന്നു. എന്തായാലും നമ്മുടെ മത്സരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ മത്സരം എന്ന് പറയുന്നത് ഗെയിമാണ്. എന്ത് കോപ്രായം കാണിച്ചാലും മത്സരത്തിൽ ചലഞ്ച് ചെയ്യാനാണ് ഞാൻ വിളിക്കുന്നത്. തീർച്ചയായിട്ടും. ഇനി എന്തായാലും ഇവിടെ വന്നതല്ലേ, കുറെ കാലമായി നമ്മൾ പിന്നണിയിൽ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. മുരുകൻ ഇന്ന് ഗെയിം തകർത്തിരിക്കും. ഓക്കെ, പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു മത്സരം നമ്മൾ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ മത്സരത്തിന്റെ പേരാണ് ഡാമറോ പ്രകമ്പനം. ഈ മത്സരം എങ്ങനെ വെച്ചാൽ ഡാമറോ പ്രകമ്പനം 2 കൂട് ഇവിടെ കാണാം. 2 കൂടിനകത്ത് കയറി കറങ്ങുക. കൂട് നിന്നതിന് ശേഷം കാണാം ഇവിടെ മുന്നിൽ ഒരു സോഫ വെച്ചിരിക്കും. ആ സോഫയിൽ ഒരു ബലൂൺ ഉണ്ടായിരിക്കും. മുരുകനും കൊള്ളാം, സൂരജും കൊള്ളാം. ആരാണോ ആദ്യം പൊട്ടിക്കുന്നത് അവരെ ഞങ്ങൾ അംഗീകരിച്ചു. എന്റെ പാന്റ് കീറിയിട്ടുള്ളത്. നീ പാന്റ് കീറിയാലും കളസം കീറിയാലും അളിയാ ബലൂൺ പൊട്ടിക്കണം. നല്ലൊരു ക്ലാപ്പ് കൊടുത്ത് എല്ലാവരും കൂടി ചേർന്നേ. ഇവിടെ നമുക്ക് കാണാം, നമ്മുടെ ബാക്കിൽ സ്പിന്നിങ് വീൽ കാണാം. ഇവിടെ രണ്ടുപേരും ടീം എയിൽ നിന്നും ബി നിന്നാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ തൽക്കാലം നിങ്ങൾക്ക് ഒരു ട്രയൽ തരാൻ പോകുന്നത് മുരുകനും സൂരജുമാണ്. രണ്ടുപേരും കൂട്ടിനകത്ത് കയറും, ഇത് കറങ്ങും. മ്യൂസിക് നിൽക്കുന്ന സമയത്ത് ആരാണോ ആദ്യം പോയി മുന്നിലിരിക്കുന്ന ഈ സോഫയിലിരിക്കുന്ന ബലൂൺ പൊട്ടിക്കുന്നത് അവർക്കാണ് പോയിന്റ് കിട്ടുന്നത്. ഓക്കെ, ചാലഞ്ച് തുടങ്ങാം. മുരുക റെഡിയല്ലേ? സൂരജ് റെഡിയല്ലേ? ഞാൻ വിടുന്നില്ല, ഈ സാധനം വിടണ്ട ആദ്യം. ഞാനൊക്കെ ഒന്നും കാണുന്നില്ല, ഒന്നും കറങ്ങുന്നില്ല. മുന്നളിയാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്റെ സാധനം മാത്രമേ കറക്കിയുള്ളൂ, മൂപ്പരത്ത് കറക്കിയില്ലേ? 2 സാധനം കറങ്ങി. അല്ല, പക്ഷേ ഇത് ഞാൻ മാത്രമേ കറങ്ങുന്നില്ലല്ലോ. അയാൾ എങ്ങനെ അവിടെ എത്തി? ശരി, നമുക്ക് മുരുകനെ സോൾവ് ചെയ്യാം. എന്തായാലും ആ പോയിന്റ് എനിക്ക് കിട്ടിയല്ലോ. ഞാൻ ഓൾറെഡി അവിടെ മ്യൂസിക് ചെയ്യുന്ന ആളാണല്ലോ. എനിക്ക് വന്നു, വേദിയിൽ എല്ലാവരെയും കണ്ടു, സന്തോഷപ്പെട്ടു. അപ്പൊ എനിക്ക് കിട്ടിയ പോയിന്റ് അത് നീ അങ്ങ് എടുത്തോ. എനിക്ക് ആ പോയിന്റ് വേണ്ട, നിങ്ങളൊക്കെ കൂടി അങ്ങ് എടുത്തോ. ഞാൻ അതങ്ങ് വിട്ടു. നിങ്ങൾ പോയാ മ്യൂസിക് ഇട്ടേ. ഞാൻ മ്യൂസിക് ഇടാൻ പോവുക. ഒരു ബന്ധമില്ലാത്ത പാട്ടുകൾ വരുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായി. സൂരജ്, ആദ്യത്തെ ഒരു പൊട്ടലും ചീറ്റലൊക്കെ കഴിഞ്ഞു. സന്തോഷമായിട്ട് നമുക്ക് കറക്കലാണ് കഴിഞ്ഞു. നമുക്ക് അതെല്ലാം ഒന്ന് അരികിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സോ വൺസ് അഗൈൻ ലെറ്റ്സ് ബിഗിൻ ദ ഷോ. ദാറ്റ് ഈസ് ബോയിങ് ബോയിങ്. സൂരജ്, നമ്മുടെ ടീമിലെ ചുണക്കുട്ടികൾ ഇന്ന് ടീം എയിലും ടീം ബി റെഡിയാണ്. നമുക്ക് ഇനി അവരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ദ ബ്യൂട്ടിഫുൾ ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. സൂരജ്, ടീം എ എന്ന് പറയണ ഇന്ന് വന്നിരിക്കുന്ന എന്റെ ടീം എയിലെ കുട്ടികളെല്ലാം ഞാൻ എന്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരിക്കൽ കൂടെ പറയുന്നു, ശ്രീ പത്മനാഭന്റെ നാട്ടിൽ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കുട്ടികളാണ്. ആദ്യത്തെ കുട്ടിയുടെ പേരാണ് ആര്യ. ആര്യ, സ്വാഗതം. ആര്യ നേഴ്സാണ്, നേഴ്സ് ആവാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഇയർ ആണ്. ആര്യ ട്രിവാൻഡ്രത്താണ് വരുന്നത്. എവിടെ നിന്നാണ് വരുന്നത്? തിരുമല. തിരുമല എന്റെ വീടിന് അടുത്താണല്ലോ. കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടുണ്ടോ? മോർണിംഗ് വാക്കിന് പോകത്തില്ലേ? ഞാൻ മോർണിംഗ് വാക്കിന് പോകുന്ന കുട്ടി ഇവിടെ അതായത് ഇവള് കോളേജിൽ പോകുന്ന സമയത്താണ് നീ മോർണിംഗ് വാക്കിന് പോകാറുള്ളത്. ഏത് സമയമാണ്? ഇപ്പൊ മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ടാണോ അല്ല ഇവിടെ കാണാൻ വേണ്ടിയിട്ടാണോ? സത്യം ഞാൻ അറിയില്ല, അതാ ചോദിക്കുന്നത്. ഏത് സമയത്താണ് മോർണിംഗ് വാക്ക്? ഒരു 6:30 ഒക്കെ ആകുമ്പോ. ശരി, ഞാൻ മോർണിംഗ് വാക്കിന് പോകുന്ന സ്ഥലം എവിടെയാണ്?
പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലല്ലേ? അപ്പൊ ഇത് ശരിയാണ്. സത്യം ഞാൻ കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ചുമ്മയല്ല അപ്പൊ പോയി പോലും വന്നിരിക്കുന്നത്. എനിക്ക് വയ്യ. ശ്ശേ, ഞാൻ മോർണിംഗ് വാക്കിന് പോവാത്ത വലിയ നഷ്ടമായി പോയി. ഓക്കെ, ടീം എയിൽ രണ്ടാമത് പരിചയപ്പെടാൻ പോകുന്ന കുട്ടിയുടെ പേരാണ് ആനി. ആനി, സ്വാഗതം. ആനി ട്രിവാൻഡ്രത്താണ്. എന്റെ വീട് നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകര. ബോയിങ് ഷോ കാണാറുണ്ടോ? ആ കാണാറുണ്ട്. എന്താണ് ഈ മത്സരത്തിന്റെ ഗെയിമുകളെ കാണാനുള്ള അനുഭവം? ഇവിടെ ഫ്രീഡം ഉണ്ട് ഫുൾ ആയിട്ട്. നമുക്കൊരു ഫണ്ണി ഗെയിം എടാ, ആണ്. ഇത് ആദ്യമായിട്ടാണ് ഫ്രീഡം നേടിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ആരാ കൂടെ വന്നിരിക്കുന്നത്? അമ്മ വന്നിട്ടുണ്ട്. അമ്മയുടെ എന്താണ് അമ്മയുടെ പേര്? ബേബി. 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 അയ്യോ, അടിപൊളി. മോക്കറിന്റെ പേര് അമ്മക്കിട്ട് അമ്മക്കിട്ട്. ഇപ്പോഴും ആ ബേബി ചിരിക്ക് ഒരു കുറവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഹോസ്പിറ്റൽ നിംസ് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് മെഡിസിനും മരുന്നൊക്കെ ചുമ്മാ തരാറുണ്ടോ? ഇല്ല. ഹോസ്പിറ്റലിൽ വെറുതെ പോകേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. ടീം എയിൽ നിന്ന് നമ്മൾ മൂന്നാമത് പരിചയപ്പെടാൻ പോകുന്ന ആ കൂട്ടുകാരുടെ പേരാണ് അൻസല. അൻസല, വെൽക്കം. അൻസല ഈ പെൻസിലിനൊക്കെ പറയുന്നവരുണ്ട്. അൻസലയും അതിന്റെ ട്രിവാൻഡ്രം. അർത്ഥം എന്താ? അൻസലക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അൻസലക്ക് അർത്ഥമൊന്നുമില്ല. ഓക്കെ, അൻസല എങ്ങനെയാണ് നിങ്ങൾ മൂന്ന് ഫ്രണ്ട്സും തമ്മിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എൻജോയ്മെന്റ്സും അതുപോലെ തമാശകളൊക്കെ ഉണ്ടാകാറുണ്ടോ? ആര്യ നല്ല തമാശയാ. ടിക്ടോക്ക് ഒക്കെ ചെയ്യും. അപ്പൊ ടീം എ നമ്മൾ പരിചയപ്പെട്ട മൂന്ന് കൂട്ടുകാരികളാണ്. മൂന്ന് പേർക്കും എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടായിരിക്കും മത്സരത്തിൽ എങ്ങനെ മത്സരിക്കണം എന്നുള്ള പ്ലാനൊക്കെ ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ടീം ബി യെ പരിചയപ്പെടണ്ടേ? അപ്പൊ ആദ്യം ഇരിക്കുന്ന ആള് ഞാനുമായിട്ട് ഭയങ്കര ആത്മബന്ധമുള്ള ഓ, ഒരാളാണ്. തീർന്ന് സംബന്ധിച്ച് ഞാൻ ദോഹയിൽ നിറക്കിയ ആളാണ്. ദോഹയിൽ നിറക്കിയ ഇവിടെ ഒന്നും കേരളത്തിൽ കിട്ടുന്നില്ല. ഇല്ല നമ്മൾ അവിടുന്ന് നമ്മുടെ ഏരിയയിൽ കറങ്ങി നടക്കുന്നതാണ്. അപ്പൊ ഇമ്പോർട്ട് ചെയ്ത ആളുടെ പേര് സീന പ്രസാദ് എന്നാണ്. സീന പ്രസാദ് ദോഹയിലെ ഒരുവിധം എല്ലാ ഇടങ്ങളിലും പറന്നു നടക്കുന്ന ഒരു താരാണ്. പ്രസാദ് ഏട്ടന്റെ വൈഫാണ്. പ്രസാദ് ഏട്ടൻ എന്റെ ഒരു സുഹൃത്താണ്. സീന പ്രസാദ് നമ്മുടെ ആരാണ് ഈ പ്രസാദ് ഏട്ടൻ? എന്റെ ഒരു ഫ്രണ്ടാണെന്ന് അപ്പൊ അവര് ബോയിങ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ മമ്മൂട്ടി ഫാൻസിന്റെ വലിയൊരാളാണ്. നീ നോക്കട്ടെ, തുടക്കത്തിലെ ആ കുട്ടിയെ പരിചയപ്പെടുന്നത് ആ കുട്ടി എന്റെ ഫ്രണ്ടാണ് പ്രസാദ് ഏട്ടൻ. ആ കുട്ടി ആദ്യം മിണ്ടട്ടെ. അതന്നെ ഞാൻ പറഞ്ഞിട്ട് ഒരു ഇൻട്രോ കൊടുക്കട്ടെ. ശരി, പറയ് സീന. എന്നോട് സീന പ്രത്യേകം പറഞ്ഞു എന്നെ പരിചയപ്പെടുത്തുമ്പോൾ നന്നായിട്ട് പൊക്കി പറയണമെന്ന് പറഞ്ഞല്ലേ? അയ്യോ, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എടാ, എന്തുകൊണ്ട് സീന എന്നെ ഫ്രണ്ടാക്കില്ല? നമ്മള് 2013 ഫ്രണ്ട് ആയിരുന്നു. എപ്പോഴൊക്കെയോ നമ്മൾ വിട്ടുപോയി. അതെന്താണ് ആ കഥ? ടാൻ, 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 ഗുളു, 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 ഗുളു. അപ്പൊ 2013 ഫ്രണ്ട് ആയിരുന്നു. ദാറ്റ് വാസ് എ പാസ്റ്റ്, വൺസ് അപ്പോൺ എ ടൈം. അപ്പൊ ഇപ്പൊ പ്രസന്റ് ഫ്രണ്ട് അല്ല. എനിക്ക് എന്നെ delete ചെയ്തോ? ഫ്രണ്ട്സ് വരുമ്പോ ഓട്ടോമാറ്റിക് കട്ടായി പോയതാ തോന്നുന്നു. കഥ ഞാൻ പറഞ്ഞുതരാം. 2013 നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. നിങ്ങൾ തമ്മിൽ ചാറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇവൻ പലതും പറയാറുണ്ടാവും. 2016 ആയപ്പോ ഇവന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഭാര്യ പ്രശ്നമാക്കി. അതോടെ എല്ലാ ഫ്രണ്ട്സിനെയും സംഭവം അത്രേ ഉള്ളൂ. ഇതെല്ലാം സെൻസർ ബോർഡ് സെൻസർ ചെയ്യണം. അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് നീ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആ കുട്ടി അറിയണ്ട. ഞാൻ പറയുന്നൊക്കെ നീ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ കുട്ടിക്ക് വലിയൊരു പ്രത്യേകത അത് നിനക്കറിയില്ല. നിനക്ക് എന്നെ വിശ്വാസത്തിൽ ഞാൻ പറഞ്ഞു, സത്യമായിട്ട് എന്റെ അമ്മച്ചിയാണ് എനിക്ക് ആ കുട്ടി അറിയാം. അതെന്തോ ആട്ടെ, നീ ചാറ്റ് ചെയ്തു, അതൊക്കെ നിന്റെ കാര്യം. ആ കുട്ടിക്ക് നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു പ്രത്യേകതയുണ്ട്. അത് എനിക്ക് മാത്രം അറിയുന്ന സീക്രട്ട് ആണ്. ദാറ്റ് ഈസ് ആ കുട്ടിക്ക് 60 ലക്ഷമാണ് ശമ്പളം ഒരു മാസം. 60 ലക്ഷം രൂപ 60 ലക്ഷം. ലക്ഷം അല്ലേ? അതെ 60 ലക്ഷം ശമ്പളം വാങ്ങുന്ന സത്യം. എന്താണ് ആ ജോലി? അതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? എനിക്ക് 60 ലക്ഷം രൂപയാണ്. പക്ഷെ അത് 60 ലക്ഷം രൂപയില്ല. രൂപയല്ല, അതാണ് മിസ്റ്റേക്ക്. ഒന്നുകൂടി 60 ലക്ഷമാണ്, രൂപയല്ല. പിന്നെ എന്താണ്? ഞാൻ കംബോഡിയയിലാണ് വർക്ക് ചെയ്യുന്നത്. ലാബ് ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അവിടുത്തെ ക്യാഷിലാണ് ഇന്ത്യൻ മണി 60 ലക്ഷമായിട്ട് തോന്നി. ഞാൻ പറഞ്ഞ കറക്റ്റ് 60 ലക്ഷമാണ് ശമ്പളം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. 60 ലക്ഷമാണ് ശമ്പളം ഞാൻ പറഞ്ഞു. ഫുള്ള് ടീം ഉടായ്പ്, ക്യാപ്റ്റൻ ഉടായ്പ്. അല്ല, സംഭവം ഞങ്ങൾ പറഞ്ഞ കറക്റ്റ് അല്ലേ? 60 ലക്ഷം കംബോഡിയൻ മണിക്ക് ആക്ച്വലി അത് മൂല്യമില്ലാത്തതാണ്. അവരുടെ റിയൽ ആണ് അവിടുത്തെ മണി. അത് മൂല്യമില്ലാത്തതാണ്. 60 ലക്ഷം വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ പേര് വിട്ടുപോയി. ദാറ്റ് ഈസ് പ്രിയ. അപ്പൊ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എനിക്ക് എന്റെ ടീമിനെ പറ്റിയിട്ട്. ഒരാളെ ദോഹയിൽ നിന്ന് ഇറക്കി, ഒരാളെ കംബോഡിയയിൽ നിന്ന് ഇറക്കി, ഇനി ഒരാളെ നമ്മൾ കേരളത്തിന്റെ പ്രതിനിധിയായിട്ട് പാലക്കാട് നിന്ന് ഇറക്കിയിട്ടുള്ളത് ദാറ്റ് ഈസ് സബിത. സബിത എന്താ ചെയ്യണേ? ഞാൻ ടീച്ചറായി വർക്ക് ചെയ്യുന്നു. എവിടെ ടീച്ചറായത്? കഞ്ചിക്കോട് KV-യിൽ. കഞ്ചിക്കോട് KV. ഏത് ക്ലാസ്സിലെ പഠിപ്പ്? ഞാൻ പ്രൈമറി സെക്ഷൻ ആണ്. ഹസ്ബൻഡും മോനും വന്നിട്ടുണ്ട്. എന്താ പേര്? സുജീഷ്. ബോയിലേക്ക് സ്വാഗതം. എന്താ മോന്റെ പേര്? അനിരുദ്ധ്. നാളെ വരുന്നു. ഓക്കെ, എത്ര ആളെ കല്യാണം കഴിഞ്ഞിട്ട്? 4 years ആയി. 4 years ആയി. ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച് മാരേജ്? അറേഞ്ച്ഡ് ആയിരുന്നു. അതിന്റെ വിഷമം വല്ലതും ഉണ്ടോ? ഒരു വിഷമമില്ല. ഓക്കെ, ഇപ്പൊ ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് വിടാലോ? ഓക്കെ, ഗെയിമിലേക്ക് ഒന്ന് അനുഗ്രഹിച്ചു വിട്ടാം. മനസ്സിൽ അനുഗ്രഹം കൊടുത്തേ കേട്ടോ. എന്റെ ടീമിലാണ്. സോ ടീം ബി കംപ്ലീറ്റ് ആയിട്ട് പരിചയപ്പെട്ടു. ടീം എ പരിചയപ്പെട്ടു. ഇനി മത്സരത്തിന്റെ സമയമാണ്. സോ മൂവിംഗ് ഓൺ ദ ഫസ്റ്റ് ഗെയിം, ദാറ്റ് ഈസ് ഡാമറോ പ്രകമ്പനം. സാധാരണ സൂരജ് എപ്പോഴും പറയാണ് ഇവിടെ പൊട്ടിത്തിമിർപ്പ്, ആർപ്പുവിളി, പ്രകമ്പനം.
ശരിക്കും പ്രകമ്പനം കൊള്ളിക്കാൻ പോകുന്ന എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡാണ്. എന്റെ കാരണം വാക്കിൽ നിന്നാണ് നിങ്ങൾ പേരിട്ടത് അല്ലേ? ഓക്കെ, ഡാമറോ പ്രകമ്പനം എപ്പിസോഡിന്റെ ഒരു പ്രത്യേകത അറിയാമോ? നമ്മുടെ വീട്ടിലെല്ലാം നമ്മുടെ വീടിന്റെ അടിസ്ഥാന ഉറപ്പിന് കാരണം എന്ന് അറിയാമോ? ഡാമറോ ഫർണിച്ചർ ആണ്. അപ്പൊ ഇന്നത്തെ മത്സരത്തിന് പ്രകമ്പനം കൊള്ളിക്കാൻ വന്ന ഡാമറോ പ്രകമ്പനമാണ്. അപ്പൊ ഡാമറോ സ്പോൺസർ ചെയ്യുന്ന ഒരു മത്സരമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങളുടെ ഉറപ്പും ഈ പ്രകമ്പനവും തമ്മിൽ ഭയങ്കര റിലേഷൻ ആണ്. അതുകൊണ്ട് ഒരിക്കലും തോറ്റു പോകരുത്, പ്രത്യേകിച്ച് ടീം എ. ഓക്കെ, ടീം ബിക്ക് പിന്നെ ആ ഒരു ഡയലോഗിന്റെ ആവശ്യമില്ല, നമ്മൾ ജയിക്കും. ടീം എയും ടീം ബിയുടെ ശ്രദ്ധയ്ക്ക് ഡാമറോ പ്രകമ്പനത്തിന്റെ പ്രത്യേകത ഇവിടെ നമുക്ക് കാണാം. സ്പിന്നിംഗ് വീലുള്ള 2 കേജ് കാണാം. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഒരു മ്യൂസിക്കിനനുസരിച്ച്. ഡാമറോ ലേബൽ ചെയ്തിരിക്കുന്ന മുന്നിൽ ഒരു സോഫ കാണാം. അതുപോലെ തന്നെ അതിനകത്ത് ഒരു ബലൂൺ കാണാം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ഞാൻ നേരത്തെ മത്സരിച്ചല്ലോ. അപ്പൊ നമ്മളിങ്ങനെ കറങ്ങിയിട്ട് സ്റ്റോപ്പ് ആകുന്ന സമയത്ത് മുന്നിലേക്ക് ഓടുക. 2 ടീമിൽ നിന്നും ഓരോരുത്തരും ഓടും. ഏറ്റവും ആദ്യം ആ ബലൂൺ ഇരുന്നിട്ട് പൊട്ടിക്കുന്ന ആരോ ആ ടീമിന് പോയിന്റ് കിട്ടും. 100 പോയിന്റ് ആണ് ആ ടീമിന് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം സ്പീഡാണ്. വേഗത ഏറ്റവും കൂടുതൽ ചെന്ന് ആരാണ് ആദ്യം പൊട്ടിക്കുന്നത് അവർക്ക് കിട്ടുന്നത് 100 പോയിന്റ് ആണ്. ഡാമറോ പ്രകമ്പനം കൊള്ളിക്കാനായിട്ട് ടീം എയിൽ നിന്ന് വരാൻ പോകുന്നു ആര്യ. ടീം ബിയിൽ നിന്ന് വരുന്ന ദോഹയിൽ നിന്ന് ഞാൻ ഇറക്കിയ നമ്മുടെ സ്വന്തം സീന. പ്രകമ്പനം കൊള്ളിക്കുന്ന മത്സരമാണ് വരാൻ പോകുന്നത്. പറയൂ, എന്താണ്, എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഈ മത്സരം കണ്ടതിന് ശേഷം? ഒരു അനുഭവം ഇല്ല. ഓക്കെ, രണ്ടുപേരും റെഡി അല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാലോ? മത്സരം അറിയാലോ? അപ്പൊ രണ്ടുപേരും കൂട്ടിനകത്ത് കയറിക്കോളാം. ബോയ് മോയിലെ ആദ്യ മത്സരം ഡാമറോ പ്രകമ്പനം ഇവിടെ തുടങ്ങിയാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. Go fast. അങ്ങോട്ട്. Wow, very good. ദോഹയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ടിക്കറ്റിന്റെ കാശ് പോലും വെറുതെ സീന എന്താ പറ്റിയേ? Balance പോയി. ബാലൻസ് പോയി. സാധാരണ തല കറക്കമുള്ള ആളാണോ? ബാലൻസ് വേണ്ട. ഞാൻ തരാം. തലയുടെ പുറകോശം കണ്ടോ? ഇല്ല, ഇപ്പൊ ശരിയായി. ഇപ്പൊ ശരിയായി. ഓക്കെ, ഇവിടെ തല കറങ്ങിയില്ലേ? ഞാൻ സ്ലിപ്പായില്ലേ? സ്ലിപ്പായില്ല. എന്നാലും ഓടുന്ന സമയത്ത് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. നമ്മള് ഗെയിം ചെയ്യുമ്പോൾ എപ്പോഴും സ്പിരിറ്റ് ആണ് ആവശ്യം. സ്പിരിറ്റ് ആണ് ആവശ്യം. അതായത് അവിടെ സ്പിരിറ്റ് ഇല്ലായിരുന്നല്ലേ? അങ്ങനെയല്ല ചേച്ചി ഞങ്ങളുടെ കുട്ടി സ്പിരിറ്റ്. ഞാൻ മനസ്സിലാക്കിയെന്ന് അറിയാമോ? ഈ കുട്ടി ഓടിപ്പോയി ബോൾ പൊട്ടിക്കാനുള്ള ആവേശമായിരുന്നു. നീ ആ കുട്ടിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. കുട്ടി നിന്നെ വിളിച്ചോണ്ട് പോയി. എന്തായാലും ടീവയിൽ നിന്ന് ആര്യയാണ് പ്രകമ്പനം കൊള്ളിച്ച ബലൂൺ പൊട്ടിച്ചിരിക്കുന്നത്. ആര്യക്ക് കിട്ടുന്നത് 100 പോയിന്റ്സ്. വെരി ഗുഡ്. അനുനിമിഷം ആവേശം നൽകുന്ന മത്സരത്തിനിടയിൽ ചെറിയൊരു കാത്തിരിപ്പിനുള്ള സമയമാണ്. ദിസ് ഇസ് ബോയ് ഹാവ് ഷോർട്ട് ബ്രേക്ക്. ഡാമറോ പ്രകമ്പനം കൊള്ളിക്കാൻ രണ്ടാമതായി ടീം എയിൽ നിന്ന് വരുന്നു ആനി. ടീം ബിയിൽ നിന്ന് വരുന്നു പ്രിയ. റെഡിയല്ലേ? രണ്ടുപേരും കൂട്ടിലേക്ക് കയറാം. ഡാമറോ പ്രകമ്പനത്തിൽ രണ്ടാമത്തെ ടീം അംഗങ്ങൾ മത്സരിക്കാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ഇതെന്താ എല്ലാരും എണ്ണമേത്തേക്ക്
2 പഴഞ്ചൊല്ലിയുടെ ഓർമ്മയാണ്. ഒന്ന് വീണടം വിഷ്ണുലോകം, രണ്ടാമത് വീണെടുത്ത് കിടന്ന് ഉരുളാതെ ചാടി എണീറ്റ് പോയതാണ് ആര്യ. അല്ലെങ്കിൽ വേറെ പഴഞ്ചൊല്ലും കൂടി ഉണ്ട്. ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കടലേക്ക് പുറത്ത്. ഇത് രണ്ടും സംഭവിച്ചു. ഒരാൾ വന്നിട്ട് എന്റെ കാല് പിടിച്ച് മറ്റേ വന്നിട്ട് നെഞ്ചത്ത് വീണു. അല്ല എനിക്ക് ഇതിൽ സംശയമുണ്ട്. ഇത് മാത്രം ഭയങ്കര കുഴപ്പമാണ്. അത് ഈ തോൽക്കുമ്പോ കൊഞ്ഞണം കാണിക്കുന്നത് ശരിയല്ല കേട്ടോ. ഓക്കെ, ആനി പറയൂ. വീണിട്ടും പിടിച്ചെണീപ്പിച്ചപ്പോ ഒരൊറ്റ ഓട്ടമാണ്. എന്താണ് എക്സ്പീരിയൻസ് പറയും? ഇതിൽ തളർന്നു കിടക്കാതെ വിജയത്തിലോട്ട് അതായത് മുന്നേറിയത്. വീഴുന്നിടത്ത് കിടന്ന് ഉരുളാതെ ചാടി കഴിക്കുക. എങ്ങനെയുണ്ട്? ആദ്യം വീഴുമ്പോ പേടിച്ചോ? പേടിച്ചു. രണ്ടാമത് എണീച്ച് പോയി പൊട്ടിയപ്പോ സന്തോഷം. ഇവിടെ പറ. ഞാൻ വിചാരിച്ചു ആ കുട്ടി വന്നിട്ട് എന്റെ കാലിൽ വീണപ്പോ എനിക്ക് തോന്നി ഇവിടെ നിന്ന് പോയിട്ട് ജയിക്കുമായിരിക്കും. അല്ല, ഈ കുട്ടി വന്ന് വീണിട്ട് എണീക്കാൻ ഒരു അരമണിക്കൂർ എടുത്ത്. അതുവരെ അരമണിക്കൂർ അവിടെ എന്ത് പണിയായിരുന്നു? ഇല്ല എന്താന്ന് വെച്ചാല് അത് സ്റ്റോപ്പ് ആയി. പക്ഷെ എന്റെ മൈൻഡ് സ്റ്റോപ്പ് ആയിട്ടില്ലായിരുന്നു. അതിങ്ങനെ കറങ്ങാണ്. അത് എവിടെങ്കിലും നിൽക്കണ്ടേ? അതെനിക്ക് ആദ്യം മനസ്സിലായി കിളി പോയ കുട്ടിയാണെന്ന്. ഓക്കെ, ഡാമറോ പ്രകമ്പനം കൊള്ളിച്ചിരിക്കുന്നത് ആനിയാണ്. ആനിക്ക് കിട്ടുന്നത് 100 പോയിന്റ്സ്. നല്ല ക്ലാപ്പ് പ്ലീസ്. ഡാമറോ പ്രകമ്പനം മൂന്നാമതും പ്രകമ്പനം കൊള്ളിക്കാൻ ടീം എയിൽ നിന്ന് വരുന്നു അൻസല. ടീം ബിയിൽ നിന്ന് വരുന്നു സബിത. റെഡി അല്ലേ? ഇവിടെ എന്താണ്? റെഡി? ഓക്കേ, ഒന്നും പറയണ്ടല്ലോ. നേരെ കയറിക്കോളാം. ഡാമറോ പ്രകമ്പനം കൊള്ളിക്കാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. അൻസലാക്കോ അൻസലാക്കോ അൻസല ഒന്ന് അൻസലാക്കോ. അയ്യോ എന്താണ് എക്സ്പീരിയൻസ് പറയും? എക്സ്പീരിയൻസ് കണ്ണൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ അവിടെ പോയപ്പോ എന്തോ കാലെന്ത് പക്ഷെ നിങ്ങളോട് ആ കുട്ടിക്ക് സ്നേഹമുണ്ട്. നിങ്ങൾ അവിടെ വീണ് തൊട്ട് കാലിന്റെ അടുത്ത് ആ കുട്ടി വീണ്. അടുത്ത ആൾ എക്സ്പീരിയൻസ്. എന്നാലും ഒന്ന് എഴുന്നേറ്റ് ഓടിക്കൂടായിരുന്നോ? എഴുന്നേറ്റ് ഓടി, അപ്പോഴേക്കും ഓടിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റുക? പിന്നെ പോയിട്ട് പുള്ളിച്ചാടാൻ ഞാനും വിചാരിച്ചു. ഓക്കെ, എന്തായാലും ഡാമറോ പ്രകമ്പനം മൂന്നാമതും പ്രകമ്പനം കൊള്ളിച്ചത് ടീം എ ആണ്. അവർക്ക് കിട്ടുന്നത് 100 പോയിന്റ്സ്. വെരി ഗുഡ്. ടോട്ടൽ ടീം എ നേടിയത് 300 പോയിന്റ്. ടീം ബി വലിയൊരു ആന മുട്ട. പ്രകമ്പനം ഇവിടെ അവസാനിക്കുന്നില്ല. ആഘോഷം നിറഞ്ഞ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം കാത്തിരിക്കുക. ദിസ് ഇസ് ബോയിങ്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. റോക്കറ്റിന്റെ വേഗത്തിൽ അമിട്ടിന്റെ ശക്തിയിൽ പൊട്ടിത്തെറിക്കുന്ന പോരാടുന്ന കണ്ടസ്റ്റൻസ് ആണ് നമുക്കുള്ളത്. ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. പ്രകമ്പനം കൊള്ളിക്കുന്ന മത്സരം കഴിഞ്ഞു. ഇനിയാണ് അനുനിമിഷം ആവേശം നൽകുന്ന മത്സരത്തിൽ ഒരു ചെറിയൊരു ഫൈറ്റിനുള്ള സമയമാണ്. ആ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം. തലയണ മന്ത്രത്തിന്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് കാണാൻ റോളിംഗ് ട്യൂബ് ആണ്. 2 ബോർഡർ ലൈൻ ഉണ്ട്. 2 സൈഡ് പില്ലോ അടുക്കിയിരിക്കുന്ന കാണാം. ടീം എയിൽ നിന്ന് ഒരാൾ വരുന്നു, ടീം ബിയിൽ നിന്ന് ഒരാൾ വരുന്നു. 2 ടീമിൽ നിന്നും വരുന്ന 2 ആൾക്കാരും ഓരോ തലയണയുമായിട്ട് നടുവിലേക്ക് വരുന്നു. നടുവിലൊരു റെഡ് മാർക്ക് കാണാം. ആ റെഡ് മാർക്ക് ആദ്യം ക്രോസ് ചെയ്യുന്ന ആരോ അവർക്ക് 50 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിനെ തള്ളിയിടുകയോ അവരുടെ പില്ലോ അടിച്ച് തെറിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ 100 പോയിന്റ് കിട്ടും. ടോട്ടൽ 150 പോയിന്റ് ഒരാൾക്ക് നേടാൻ പറ്റും. പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗോ പറഞ്ഞതിന് ശേഷം മാത്രം പോവുക. നിങ്ങളുടെ ചെവിയിൽ ഗോ കേട്ടതിന് ശേഷം മാത്രം പോവുക. ഓക്കെ, റെഡി? മത്സരം റെഡി അല്ലേ? റെഡി. തലയണ മന്ത്രം ചൊല്ലാനായിട്ട് ആദ്യം ടീം എയിൽ നിന്ന് വരുന്നു ആര്യ. ടീം ബിയിൽ നിന്ന് വരുന്നു സീന. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, രണ്ടുപേരും സീന, ആര്യ ഓൾ സെറ്റാണ്. ഒരിക്കൽ കൂടെ ഓർമ്മിക്കുകയാണ്, ഏത് ടീമാണ് ആദ്യം ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുന്നത് അവർക്ക് കിട്ടുന്ന 50 പോയിന്റ്. മാത്രമല്ല ഏത് ടീമിന്റെ നിന്നാണ് പില്ലോ പോകുന്നത് അല്ലെങ്കിൽ ആൾ വീഴുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ടീമിന് കിട്ടുന്നത് 100 പോയിന്റ്. അങ്ങനെ ടോട്ടൽ 150 പോയിന്റ് നേടാൻ പറ്റുന്ന ഒരു മത്സരമാണ്. സോ ഓൾ ദ ബെസ്റ്റ്. ഗോ കേട്ടതിന് ശേഷം മാത്രം പോവുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. അടി സീന.
തലേണ മന്ത്രം മത്സരത്തിൽ ആര്യയാണ് ബോർഡർ ലൈൻ ക്രോസ് ചെയ്യുന്ന 50 പോയിന്റ്. മാത്രമല്ല സീനയുടെ കയ്യിൽ നിന്ന് ഒരു പണി എടുക്കാതെ തലേണ താഴെ പോയി. അതുകൊണ്ട് ടീം എ കിട്ടിയിരിക്കുന്നത് 100 പോയിന്റ്, ടോട്ടൽ 150. എന്താ പറ്റി? സീന ആകെപ്പാടെ സീനാണല്ലോ നിന്റെ കാര്യം. സീന പറയൂ. വഴുതി പോയതാ. വഴുതി പോയതാണ്. പക്ഷെ എന്താണ് ആദ്യം ബോർഡർ ലൈൻ ക്രോസ് ചെയ്യാത്തത്? എണ്ണമയം. അവിടെ ആര്യ പറയും. ഡിഫിക്കൽട്ട് ആണ് അങ്ങനെ വരാൻ വേണ്ടിട്ട്. ഓക്കെ, എന്നിട്ട് പോയിന്റ് കിട്ടില്ല, എങ്ങനെ നേടിയെടുത്തു? എന്തോ അറിയത്തില്ല. സീനനെ കൊള്ളായിട്ട് വേറെത്തോണ്ടാണ്. എങ്ങനെ സംഭവിച്ചു? രണ്ടുപേരും ആ കുട്ടി പറഞ്ഞു എണ്ണമയമാണെന്ന്. എന്തായാലും വെള്ളത്തിൽ ഓക്കെ, രണ്ടുപേർക്കും സന്തോഷിക്കാനുള്ള ഒരു അവസരം തരാം. മുരുകൻ ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. മ്യൂസിക് തരുമോ എന്തോ ചോദിച്ചു നോക്കാം. മുരുക, മ്യൂസിക് പ്ലീസ്. തലേണ മന്ത്രം ആദ്യ റൗണ്ട് കഴിയുമ്പോൾ ടീം എ ആണ് 150 നേടിയിരിക്കുന്നത്. ടീം ബി 0. ഇനി അടുത്ത രണ്ടാമത്തെ റൗണ്ട് വിളിച്ചാൽ മാറുമോ? ഇല്ല, ഒന്നും മാറില്ല. ഇത് തന്നെ. അല്ല, അതല്ല, ചിലപ്പോ മാറിയേക്കും. ഓക്കെ, രണ്ടാമത്തെ റൗണ്ട് ആ മാറ്റം സംഭവിക്കുമെന്ന് അറിയാം. ടീം എയിൽ നിന്ന് വരുന്നു ആനി. ടീം ബിയിൽ നിന്ന് വളരെ പ്രതീക്ഷയോടെ ഞാൻ കംബോഡിയക്കാരി വിടുന്നു പ്രിയ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. Ready? Ani, Priya, all set. Your time starts now. 3, 2, 1, go. പ്രിയ ക്രോസ്. പില്ലട്. പ്രിയ സ്പീഡായിട്ട് വന്നു ക്രോസ് ചെയ്ത് 50 പോയിന്റ് കിട്ടി. അത് ഇവിടെ ഒരു പണിയെടുക്കാതെ, എന്താ പറയുക, ഭാഗ്യം എന്ന് പറയുന്നത് ഇതാണ്. ഒരു പണിയെടുക്കാതെ പില്ലോ പോവുകയും ചെയ്തു. 100 പോയിന്റ് ഇവിടെ കിട്ടുകയും ചെയ്തു. ഒരു ഗുസ്തിക്കാരനെ തല്ലാൻ വേണ്ടിട്ട് ഒരുത്തൻ ബലം പിടിച്ചിട്ട് പോകുന്നു. അവൻ ഗുസ്തിക്കാരന്റെ മുമ്പിൽ പോയിട്ട് കാല് വഴുതി പഴത്തിൽ തൊല്ലിട്ട് വീഴുന്ന പോലെ ഉണ്ടായിരുന്നു. നിന്റെ ടീമിലുള്ളത് ഗുസ്തിക്കാരൻ, എന്റെ ടീമിൽ മസിലൊക്കെ പിടിച്ചിട്ട് പോയ ആള് ആ മുമ്പിൽ പോയിട്ട് കാല് വഴുതി പഴത്തലിൽ ചവിട്ടി വീണ പോലെ ഉണ്ട്. പ്രിയ പറയൂ, എന്താ പറ്റി? പ്രിയ അറിയാതെ പോയതാണ്. ഇനി അറിഞ്ഞിട്ട് പോകാനുള്ള അവസരം തരാം. ആനി അവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല. പറയൂ. ഫസ്റ്റ് ടൈം പോയപ്പോഴേ കോൺഫിഡൻസ് എല്ലാം പോയി. പിന്നെ ജസ്റ്റ് കളിച്ചതേ ഉള്ളൂ. വല്ല അമ്പലത്തിൽ നേർച്ച കിട്ടോ? ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു കിട്ടിയത്. അല്ല, ആനയെ സംബന്ധിച്ചിടത്തോളം തല്ലാൻ വന്നാണ് മുമ്പിൽ പോകുന്നത്. തലേണ മന്ത്രത്തിൽ രണ്ടാമത്തെ റൗണ്ടും ടീം എ പോയപ്പോൾ കിട്ടിയിരിക്കുന്ന 100 പോയിന്റ് ആണ്. ടീം ബിക്ക് 50 പോയിന്റ്. അതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കണ്ട, സീനിയോടെ ചോദിക്കാനുള്ളത്, നിങ്ങളുടെ രണ്ടാമോടെ ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇരട്ട പറ്റതാണോ?
അതെന്താ? രണ്ടാൾ ഏതാണ്ട് ഒരുപോലെയാണ് പെരുമാറുന്നത് Okay. മൊത്തത്തിൽ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇനി നിനക്ക് വല്ല പ്രതീക്ഷയുണ്ടോ? ഇനി ലാസ്റ്റ് അവസരമാണ്. പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനം വരെ ഉണ്ടാവുന്നല്ലേ? എന്നാലേ എനിക്ക് നല്ല പ്രതീക്ഷയാണ്. ടീം എയിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്നു അൻസല. ടീം ബിയിൽ നിന്ന് വരുന്നു സബിത. Your time starts now. 3, 2, 1, go. പില്ലോട് അടി 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 അടി. അടിച്ചൊടിക്കണാവുന്ന കാല്. എടാ ഇതല്ലടാ. പിന്നെ ഇതെന്താണ്? വേറെന്തോ ആടാ. വേറെന്തോ ആണടാ. ഇതല്ലടാ. പതിനെട്ടാം അടവ് പിന്നെ പുഴിക്കട എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിപ്പോ ആദ്യമായിട്ടാണ് കിടന്നിട്ടടി എന്നുള്ളൊരു സംഭവം ഇവിടെ മാത്രമല്ല introduce ചെയ്തത്. അൻസല പറയൂ, എന്താ സംസാരിക്കളെ? വെള്ളം പോയി തലയ്ക്ക് ഇതിപ്പോ ബോധമുണ്ട്. ആടിന്റെ സൗണ്ട് ആയില്ല, അത് മാത്രമേ വരുന്നില്ലല്ലോ. ടീച്ചറെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹസ്ബൻഡ് ശരിക്കും പേടിച്ചാണോ ജീവിക്കുന്നത്? കാരണം ആ തലയണ ഞെക്കി പൊട്ടിച്ച് ഹസ്ബൻഡ് ആ കിടന്നിട്ട് ആ തലയണ വെച്ച് കിടന്നുകൊണ്ട് ആ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ പ്രഹരം ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ വീട്ടില് ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടേ. ടീം എ ആണ് ആ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തിരിക്കുന്നത്. 50 പോയിന്റ് 100 ആർക്കും കിട്ടിയിട്ടില്ല, കാരണം രണ്ടുപേരും വെള്ളത്തിൽ പോയി, കാറ്റും പോയി. അതുകൊണ്ട് നമുക്കൊന്ന് കോംപ്രമൈസ് ആക്കാം. മുരുക, വലിയൊരു തല്ലായിരുന്നില്ല, ഒന്ന് കോംപ്രമൈസ് ആക്കാം. മുരുക ഒരു പാട്ടിന് കൊടുത്തേ. ഇതിലെ 3 റൗണ്ട് കഴിയുമ്പോൾ ടീം എ ലാസ്റ്റ് റൗണ്ടിൽ നേടിക്കുന്ന 50 പോയിന്റ്സ് ആണ്. ടീം ബി അതിൽ 0 ആയിരുന്നു. ഇനി ടോട്ടൽ പോയിന്റ് ഞാനൊന്ന് പറയട്ടെ. ആ. തലേണ മന്ത്രം വേണമെന്നില്ല. എനിക്ക് പറയണം സൂരജ്. തലേണ മന്ത്രത്തിന് 3 റൗണ്ട് കഴിയുമ്പോൾ ടീം എ ടോട്ടൽ നേടിക്കുന്ന 300 പോയിന്റ്സ്. മാത്രമല്ല എനിക്ക് ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ആദ്യത്തെ മത്സരം ഏതാണ്? ഡാംറോ പ്രകമ്പനം കൊള്ളിച്ചപ്പോൾ 300 ടോട്ടൽ 600 പോയിന്റ്സ്. വെരി ഗുഡ്. നന്നായി ഉഷാർ. ഇനി ബാക്കി എല്ലാം പിടിച്ചിട്ട് എല്ലാം ഇനി പറഞ്ഞു. നിങ്ങളുടെ ഞങ്ങളത് ഇങ്ങനെ അങ്ങനൊന്നുമില്ല. അത് പിന്നെ പണ്ടത്തെ ടോട്ടൽ പറയണം. ഞങ്ങൾ ആദ്യത്തെ 0 ആയിരുന്നു, രണ്ടാമത്തെ 50 പോയിന്റ് എവിടുന്നോ കിട്ടി. ടോട്ടൽ 50 പോയിന്റ്. പാവോ കേട്ടോ, അവർക്ക് ഇച്ചിരി ക്ഷീണമുണ്ട്. നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള സമയം കൊടുക്കാം. ദിസ് ഇസ് ബോയിങ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അടിപൊളി ഗെയിമിന്റെ സൂപ്പർ സംഗമ വേദി, ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. എനിക്കൊരു കാര്യം പറയാനുണ്ട് സൂരജ്. അതായത് നീംസ് ഹാർട്ട് ഫൗണ്ടേഷൻ കോളേജിൽ നിന്നാണ് വരുന്നത് അല്ലേ? അവരുടെ കോളേജിൽ നിന്നാണ് വരുന്നത് അല്ലേ? അപ്പൊ അവിടുന്ന് വരുന്ന എല്ലാ പ്രേക്ഷകരും നിങ്ങൾ ഇപ്പൊ ഇത്രയും ലീഡ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം, ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരിക്കും. അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു മത്സരമുണ്ട്. സൂരജ്, എന്താണ് നമുക്ക് ക്ഷീണം? എനിക്ക് ഒന്നുമില്ല, കണ്ടിട്ട് ഇവര് ഓക്കെ ആണോ? ഓക്കെ ആണ്. നിങ്ങൾ ഞാനൊന്നും പറയുന്നില്ല. ശരി, അവരിത് അറിയുന്നേ. ഓക്കെ ആണെങ്കിലും അല്ലെങ്കിലും എന്റെ ടീം ഓക്കെ ആണ്. അവർക്കും നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്ന മത്സരത്തിന്റെ പേരാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം കയറാട്ട് ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോകാം. ഓൾ ദ ബെസ്റ്റ്. ഇനി ഒരുമിച്ച് നമുക്ക് കയറാം താമരശ്ശേരി ചുരം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, ഗോ. Team B, good job. Team B, good job.
job, Priya. Good വെരി job. ഗുഡ്. Sabita, that's good job. Good job. Last 2 minutes. Last 30 seconds, go. Very good job. Very good. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1. 0. ഓക്കെ, ടൈം ഔട്ട്. ഗുഡ് ജോബ്. ഇനി താഴേക്ക് ഇറങ്ങാനുള്ള സമയമാണ്. സോ മക്കളെ, ജിലു ബിലു ഒരു സൂരജെ 49ാമത്തെ എപ്പിസോഡിലാണ്. നാളെ 50ാമത്തെ എപ്പിസോഡാണ് വരാൻ പോകുന്നത്. ഇതുവരെയുള്ള എപ്പിസോഡിൽ ഓർബിസ് ക്രിയേറ്റീവ്സ് ഹാൻഡ് മെയ്ഡ് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് കുറെ ഗിഫ്റ്റുകൾ നമുക്ക് തരാറുണ്ട്. ഞാനേ ഈ ഒരു സംഭവം ഞാൻ ദീപനോട് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ നീ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. അതായത് ഞാൻ നമ്മുടെ ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല കിടലായിട്ട് അവർ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള അടിപൊളി സമ്മാനങ്ങളാണ് തരുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു സമ്മാനം നമുക്കും തന്നൂടെ, നമ്മളും ബംഗാളികളെ പോലെ ഇവിടെ അതുകൊണ്ട് 50ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ 49ാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആ അവസരമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. ആ ഗിഫ്റ്റ് പോന്നോട്ടെ. ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. ഇത് ദീപൻ, ഇത് ഞാൻ. ഇതെന്താണ് ഗിഫ്റ്റ് എന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞങ്ങൾ ഇപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇത് ദീപൻ, ഇത് ഞാൻ. So beautiful. Super. So Orbis Creatives. beautiful. Very ഹൃദയത്തിൽ തൊട്ട താങ്ക് യു. ബോയിംബോയിൽ 49ാമത്തെ എപ്പിസോഡ് ഇവിടെ ആഘോഷമാക്കുന്ന ഈ കുട്ടികളുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കണ്ടേ? പറയൂ.
സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു പ്ലഷർ മൂഡാണ് ഒരു ജേണി എവിടെയോ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയത്. ഓക്കെ, താങ്ക് യു. അടുത്ത ആള്. കേറാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് എന്തായാലും പകുതി വരെ പോയിട്ട് തിരിച്ചു വന്ന് ബോൾ പോയതുകൊണ്ട് ഇപ്പൊ രണ്ടാമത് ലാസ്റ്റ് 30 സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ജസ്റ്റ് ഒന്ന് കേറി ട്രൈ ചെയ്യാൻ. ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? താമരശ്ശേരി മിസ് ചെയ്യാൻ പോകുന്നത്? താമരശ്ശേരി ചുരം. വെരി ഗുഡ്. അടുത്ത ആള്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ പാരന്റ്സ് ആണ് എനിക്ക് ഫുൾ സപ്പോർട്ട്. നീയും കൂടെ ഇതിലൊന്നും പോക്കോ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്തത്. അൻസല, പോയി 49ാമത്തെ എപ്പിസോഡ് പ്രേക്ഷകരിൽ നിന്ന് വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് വന്ന് അടിച്ച് പൊളിച്ചിരിക്കുകയാണ്. ഇത് മിസ് ചെയ്തിട്ടുള്ള ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, നിങ്ങൾ നന്നായിട്ട് മിസ് ചെയ്തു മക്കളെ. ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയില്ല. അതില് അടിപൊളി. അൻസല പറഞ്ഞു അൻസലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് പാരന്റ്സ് ആണെന്ന്. ഞാൻ അതുപോലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന ഒരു മുതലുണ്ട് എന്റെ അടുത്തിരിക്കുന്നു. തിരിച്ച് ഞാൻ ദോഹയിലേക്ക് എന്റെ കൂടെ ഫ്ലൈറ്റിൽ എനിക്കൊരു പേടിയെന്ന് അറിയാമോ? ഇവൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ എമർജൻസി വിൻഡോയിലൂടെ എടുത്ത് താഴെ ഇടുന്നു. ഇല്ല, അങ്ങനെയല്ല. ഫ്ലൈറ്റിൽ കയറണം. നീ വേണമെങ്കിൽ ചിറകിലോ അല്ല മറ്റേ കറങ്ങുന്ന സാധനത്തിന്റെ ഇടയിലൊക്കെ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞങ്ങൾ വിജയിച്ചില്ലെങ്കിലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അടുത്ത ആള്. എനിക്കിതിൽ പങ്കെടുക്കാൻ ചെയ്യാൻ പറ്റി, എനിക്ക് പങ്കെടുക്കാൻ എങ്ങനെയുണ്ട്? ഗെയിം എല്ലാം ഏറ്റവും അടിപൊളി. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൽ കൂടുതൽ എനിക്ക് എക്സ്പീരിയൻസും ഇഷ്ടപ്പെട്ടതായ ഒരു കാര്യം ഇത് മാത്രമാണ്. ശരിക്കും മറ്റുള്ളവർക്ക് മിസ് ചെയ്തു. പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല, അത്രയ്ക്ക് അടിപൊളിയാണ്. വെരി ഗുഡ്, താങ്ക് യു. അടുത്ത ആള്. ഞാൻ ഈ പ്രോഗ്രാമിന് വരാനതിന്റെ കാരണം എൻ്റെ ഇൻസ്പിറേഷൻ പറയുന്നത് എൻ്റെ മോനാണ്. അവനായിരുന്നു രാത്രി ഇത് ഒരാഴ്ച കണ്ടിന്യൂസ് കണ്ടിരുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇവൻ ഒറ്റയ്ക്ക് ഉറക്കത്തിൽ ചിരിക്കണ്ടായിരുന്നു. എന്താ സംഭവം? അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് കാണാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഇതിൽ എന്തായാലും പങ്കെടുത്തേ പറ്റൂ. പിന്നെ എന്തോ ഈ താമരശ്ശേരി ചുരം കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. 49ാമത്തെ എപ്പിസോഡ് അടിച്ച് പൊളിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ആവേശത്തോടു കൂടി ആ സ്കോർ അറിഞ്ഞാലോ? ഞാൻ പറഞ്ഞേക്കാം, ഇനി പ്രശ്നമില്ല. നടക്കേണ്ടത് ആവേശത്തോട് പറയണം. അല്ല, നടക്കേണ്ടത് എന്തായാലും ശരി. ടോട്ടൽ നോക്കുമ്പോ ടീം ബി നേടിയത് 250 പോയിന്റ്. ഓക്കെ. ടീം എ നേടിയത് 1200 പോയിന്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. വിന്നിംഗ് ടീമായിട്ടുള്ള ടീം എക്ക് കിട്ടുന്ന ഫോർവിഷ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് 3 പേർക്കുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഇനി ഇവർക്ക് ഒരു ആഗ്രഹം കൂടെ ഉണ്ട്. ഇവർ പറയാണ്, ചേട്ടാ നിങ്ങൾ ബോയിങ്ങിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ കോളേജിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു താങ്ക്സും അതുപോലെ എല്ലാവരുടെയും ഹായ് പറയണമെന്നാണ്. നിംസ് മെഡിസിറ്റി കോളേജ് നെയ്യാറ്റിൻകരയിലെ എല്ലാ ടീച്ചേഴ്സിനും അതുപോലെ അവിടുത്തെ സ്റ്റുഡൻസിനും എല്ലാവർക്കും ബോയിങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ ഹായ്. എല്ലാ സുന്ദരന്മാർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്റെ വക. മാത്രമല്ല ഈ 3 പേരും ഭയങ്കര ചുണക്കുട്ടികൾ തന്നെയാണ്, നല്ല കുട്ടികൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. റണ്ണേഴ്സ് അപ്പ് ടീമായിട്ടുള്ള ടീം ബിക്ക് കിട്ടുന്നത് ഓർബിസ് ക്രിയേറ്റീവ് സ്പോൺസർ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. 49ാമത്തെ എപ്പിസോഡും ആഘോഷമായിട്ട് സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമാണ്. പക്ഷേ കാത്തിരുന്ന് കാണുക, നാളത്തെ 50ാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾ കുറേയധികം പുതു കാഴ്ചകളും രസങ്ങളുമായിട്ട് വരുന്നതാണ്. ഉറപ്പായിട്ടും 50ാമത്തെ എപ്പിസോഡ് മിസ് ചെയ്യാൻ പാടില്ല. അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥികളാണ് നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. 50ാമത്തെ എപ്പിസോഡിന്റെ സെലിബ്രേഷൻ കാണുന്നതിന്റെ കൂട്ടത്തിൽ ആ അതിഥികളെയും പരിചയപ്പെടാം. ആ നാളത്തെ ഗുഡ് മൊമെന്റ്സുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതാണ്. അതുവരെയും ദിസ് ഇസ് ബോയിങ് ഇറ്റ്സ് മീ ദീപൻ സൈനിങ് ഓഫ് ആൻഡ് സൂരജ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്, ലവ് യു ആൾ.